ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറാറുണ്ടോ? അവർക്ക് ബൈബിൾ സ്കൂളിൽ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ കോളേജിൽ ചേർന്നതിന് ശേഷം അവർക്ക് വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ബൈബിൾ സ്കൂളിൽ വന്ന് പഠിച്ചവർക്കൊക്കെ ഒന്നുകിൽ അവർക്ക് സുവിശേഷ വേലയ്ക്കായുള്ള വ്യക്തമായ വിളിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദർശനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നിലവാരം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു 77 മറ്റുമൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ സുവിശേഷർക്ക് വിളിയുണ്ടായിട്ട് വന്നു, ദൈവത്തിൻ്റെ വരം പഠിച്ചു. 86 മുതൽ ഞാൻ ദൈവനം പഠിപ്പിച്ചു തുടങ്ങിയ കാലഘട്ടങ്ങളിലും മിക്കവാറും വിദ്യാർത്ഥികൾക്ക് അവർക്ക് സുവിശേഷ വിളിയുണ്ടെന്ന് കേൾക്കാനിടയായി. എന്നാൽ ഇന്ന് വന്നെത്തിയിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വ്യക്തമായ വിളി എന്നതിനേക്കാൾ ഉപരി വചനം പഠിക്കണം, ഒന്നുകിൽ ബിരുദം എടുക്കണം, അല്ലെങ്കിൽ ഈ കോഴ്സ് പൂർത്തീകരിച്ചിട്ട് മറ്റൊരു കോഴ്സിലേക്ക് പ്രവേശിക്കണം. ഈ നിലയിലുള്ള താല്പര്യം ആളുകൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത്. എന്നതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വിളി ഇല്ലാത്തവരില്ലെന്നല്ല, വിളിയുള്ളവരുണ്ട്, അവരുടെ ശതമാനം കുറയുന്നു. മറ്റൊരു വാക്കി പറഞ്ഞാൽ ഇന്ന് മിനിസ്ട്രിക്കുള്ളതായ ഒരു കാഴ്ചപ്പാടിനേക്കാൾ ഉപരി ഒരു പ്രൊഫഷൻ എന്ന് ആണ് ആളുകൾ കാണുന്നത്. അതിന് തക്കതായ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ച് ബിരുദമെടുത്തുകൊണ്ട് ഒരു പ്രൊഫഷൻ, ഒന്നുകിൽ ടീച്ചിങ്, അല്ലെ പ്രീച്ചിങ്, അല്ലെ റൈറ്റിങ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ലീഡറാകണം. ഈ നിലയുള്ള പ്രൊഫഷനാണെന്ന് അധികവും ആളുകൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു താല്പര്യം വരുമ്പോൾ, ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു കാലത്ത് വളരെ ദർശനമുണ്ടായിരുന്നവരാണ്. ആ നിലയിൽ ബൈബിൾ സ്കൂളുകളിലും കോളേജിലും പഠിച്ച് അവർ നേരെ ആത്മീക മണ്ഡലത്തിലേക്ക്, അല്ലെ കർത്താവ് അയച്ച സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ആ നിലയിലുള്ള സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു വളരെ ചീപ്പായിട്ട് മറ്റുള്ളവർ കരുതുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴ് സുവിശേഷ വേലയ്ക്ക് ഒരു എന്താണ് ഒരു നല്ല പേര് വന്നപ്പോൾ ആ ഒരു മാറ്റം ആത്മീക മണ്ഡലത്തിന് ഒരു നേട്ടമാണോ അതോ ഒരു കോട്ടമാണോ? സുവിശേഷ വേല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ബ്രോഡറായിട്ട് കാണണം. ഒരു സമയത്ത് സുവിശേഷ വേലയെ കണ്ടിരുന്ന മുഴുവൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുക, പാസ്റ്ററായി തീരുക, ഒരു സഭയുടെ ചുമതല ഏറ്റെടുത്ത് പാസ്റ്ററായി തീരുക. എന്നാൽ ഇന്ന് സുവിശേഷ വേല എന്ന് പറയുമ്പോൾ കുറേ കൂടെ വൈഡറായിട്ട് ആളുകൾ ചിന്തിക്കും. ഇന്ന് കൗൺസിലിങ് അത് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്, ടീച്ചിങ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട്, പ്രീച്ചിങ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട്, പാസ്റ്ററിങ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ സെർവിങ് അതേഴ്സ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സഹായിക്കുക, ഇതെല്ലാം മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ആളുകൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ നീഡ് മനസ്സിലാക്കി ആളുകൾ അവരെ തന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു നിലവാരമായി ഇന്ന് ഈ തിയോളജിക്കൽ ട്രെയിനിങ് കൊണ്ടുണ്ടാകുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികളെ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിക്ക് പോവുക. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ അതിനുള്ള കോളാണ് എനിക്കുള്ള ട്രാൻസ്ലേഷൻ മിനിസ്റ്റർ. മറ്റൊരു കൂട്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾ കൗൺസിലിങ്ങിന് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അനേക ഈ ട്രൈബൽസിന് അവർക്ക് ലിപികൾ പോലുമില്ല, ഭാഷയുണ്ട് പക്ഷെ ലിപിയില്ല. അവർക്ക് ലിപി ഇല്ലാത്തതുകൊണ്ട് അവരുടെ പക്കലൊന്നും ബൈബിൾ ഇതുവരെ എത്തിയിട്ടില്ല, ആരുമൊട്ട് ബൈബിൾ പഠിപ്പിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥാനത്ത് അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ താമസിച്ച് അവരുടെ ഭാഷ മനസ്സിലാക്കി, ലിപി ഇല്ലെങ്കിൽ നമ്മളൊരു ലിപി ഉണ്ടാക്കിയിട്ട് ആ ലിപിയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുക. ഇപ്പോൾ ഒറീസയിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ചെന്ന്, ഗദവ എന്ന് പറയും, ആ ഗ്രൂപ്പിനിടയിൽ ചെന്ന് അവരുടെ കൂടെ താമസിച്ച് അവരുടെ ഭാഷ പഠിച്ചിട്ട് അതിന് നമ്മൾ തന്നെ ലിപി ഉണ്ടാക്കി അവരെ പഠിപ്പിച്ച് ബൈബിൾ ആ ലിപിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നു. അതൊരു വലിയ ഉദ്യമമാണ്, ഒരു വലിയ സംരംഭമാണ്. ബൈബിൾ മൊത്തമൊന്നും നടന്നു വരികയില്ല. ചിലപ്പം മർക്കോസിൻ്റെ സുവിശേഷമായിരിക്കും 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് നമ്മൾ വിവർത്തനം ചെയ്ത് കൊടുക്കും. അങ്ങനെ കാലങ്ങൾ അധികം എടുക്കേണ്ടി വരും. എടുത്താലും ബൈബിളിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒത്തില്ലേലും കുറേ ഭാഗങ്ങളൊക്കെ വിവർത്തനം ചെയ്തവരെ മനസ്സിലാക്കുവാനും ആ നിലയിൽ അനേകം രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രൊഫഷണൽ ടച്ച് വന്നതുകൊണ്ട്
ഇപ്പം പാഷ പറഞ്ഞതുപോലെ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി, ഒരു മിനിസ്ട്രി നമുക്ക് അവഗണിക്കാനൊക്കത്തില്ല. എല്ലാം ദൈവം തുല്യമായിട്ട് കാണുന്നു. പക്ഷെങ്കിൽ അങ്ങനെ താല്പര്യപ്പെട്ട് പോകുന്ന ഈ വിദ്യാർത്ഥികളിൽ കമ്മിറ്റ്മെന്റ് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ ഓരോ നിലയിൽ തിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു മിനിസ്ട്രി നമ്മൾ അസസ് ചെയ്താൽ അതിൽ അവർ സക്സസ്ഫുൾ ആകുന്നുണ്ട്. പരാജയപ്പെട്ടതായ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ നമ്മൾ നിർബന്ധിച്ച് ഓക്കെ ഇയാൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിക്ക് പോകണ്ട, ഇയാൾ ചർച്ച എടുത്ത് പാസ്റ്ററായാൽ മതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്. അത് അവർ തന്നെ പറയും, എനിക്കിതിന് കോളില്ല, ഞാൻ പാസ്റ്റ് മിനിസ്ട്രിക്കുള്ളവനല്ല, മറിച്ച് എന്നെ ദൈവമൻ ഈ ട്രാൻസ്ലേഷനാണ് കണ്ടത്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിനാണ് കണ്ടത്, അല്ലെങ്കിൽ ടീച്ചിങ്ങിനാണ് എനിക്ക് കോളുള്ളത്. അപ്പം അവരുടെ കോൾ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് അവരെ ഡയറക്റ്റ് ചെയ്താൽ ശുശ്രൂഷാ തലത്തിൽ അങ്ങനെയാണ് പ്രയോജനപ്പെടുവാൻ കഴിയുന്നത്. മറിച്ച് നമ്മൾ അവരുടെ മേൽ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. 2.5 ദശാബ്ദം നീണ്ടു നിന്ന ഒരു അധ്യാപക വൃത്തിയുടെ അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും തിക്താനുഭവങ്ങൾ, മനസ്സിനെ മുറിപ്പെടുത്തിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ ജീവിതത്തിൽ? മനസ്സിനെ മുറിപ്പെടുത്തിയ പല അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അനുഭവം, നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അവരെക്കുറിച്ച് അവരിന്നതായി തീരണം എന്നുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ വന്നില്ല എങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തെ വേദന കൊള്ളിക്കും. ഇപ്പം ബൈബിൾ സ്കൂൾ തലത്തിൽ പോലും ഇമ്മോറലായിട്ടെന്ന് ബിഹേവ് ചെയ്യുന്ന പലത് കാണുന്നുണ്ട്. ഇമ്മോറൽ പ്രത്യേകിച്ച് ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ പല ഇമ്മോറൽ ബിഹേവിയർ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനല്ല. ഇപ്പം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ച് ഞങ്ങൾ 3 ഏരിയയിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഒരു അക്കാഡമി മാത്രമല്ല, അക്കാഡമിക് ട്രെയിനിങ് ഉണ്ട്, പ്ലസ് ക്യാരക്ടർ ഫോർമേഷന്, പ്ലസ് സ്പിരിച്വൽ ഫോർമേഷന്. ഇത് 3 നടക്കണം. അക്കാഡമി മാത്രം നമ്മൾ നോക്കാറില്ല. അപ്പോൾ അക്കാഡമി ഓക്കെ ആയിരിക്കും, പക്ഷേ ക്യാരക്ടർ ഫോർമേഷൻ ശരിയായി വന്നില്ല എങ്കിൽ, സ്പിരിച്വൽ ഫോർമേഷൻ വന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പം അത് വേദന ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് നമ്മൾ ഹാർഷായി ഇടപെടും. അപ്പോൾ അവരെന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അവരും ഹാർഷാകും. അപ്പം അവിടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരും. അപ്പം ആ കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ ഞാനാണ് ആ കുട്ടിയെ ഡീൽ ചെയ്യുന്നെങ്കിൽ എന്നോട് ഉള്ളാലൊരു ഗ്രഡ്ജ് കാണും. ആ കുട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വന്നില്ലല്ലോ എന്നുള്ള വിഷമം എന്നിലും ഉണ്ടാകും. അത് പിന്നീട് ഒരു ഉണ്ടായിട്ട് പെയിനായിട്ട് ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് പാസ്റ്റർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതിൽ ഒരു വൂൺസ് ഒക്കെ ഹീൽ ചെയ്ത് അവര് ദൈവകൃപയിൽ നന്നായി മുന്നേറുന്ന അനുഭവങ്ങൾ പറയാമോ? അവര് ദൈവകൃപയിലും ശുശ്രൂഷയിലും മുന്നേറി പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ആ വിഷമം ഇല്ല. അവരാ നിലയിലായല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷം. സാധാരണ അങ്ങനെ വരുമ്പോൾ സാധാരണ വിദ്യാർത്ഥികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള മുറിവുകളാണ്. എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് അവരെ ദൈവകൃപയിൽ ഉറപ്പിക്കുവാൻ കഴിയും. നിശ്ചയമായിട്ടും ഇപ്പം ആ സഹോദരന് അല്ലെ ഇപ്പം നമ്മൾ ഡീൽ ചെയ്ത ഒരു സ്റ്റുഡന്റിന് വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ച് പ്രത്യേകാലിരുത്തി ഇന്ന കാരണം കൊണ്ടാണ് ബ്രദറിനെ ഞങ്ങൾ ശാസിച്ചത്, ഇന്ന കാരണം കൊണ്ടാണ് ശിക്ഷിച്ചത്, അതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ട രമ്യതയിൽ എത്തിച്ചേർന്ന അങ്ങനെയാണ്. ഏതായാലും ആ കുട്ടി പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് അത് ഒരു നിരപ്പിൽ വന്നിട്ടേ അങ്ങനെ വിടുകയുള്ളൂ. അല്ലാതെ ഈ വൂണ്ടഡ് ഫീലിങ്സുമായിട്ട് ആരെയും നമ്മൾ പുറത്തു വിടാറില്ല. അതെല്ലാം പരിഹരിച്ച് മാത്രമേ ആളിനെ പുറത്തു വിടാറുള്ളൂ. പാസ്റ്റർ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകർത്താവാണ്. ഏതൊക്കെ പുസ്തകങ്ങൾ എഴുതുവാൻ കർത്താവ് സഹായിക്കും? ഞാൻ 4 പുസ്തകങ്ങളാണ് പ്രധാനമായി എഴുതി അത് റിലീസ് ചെയ്യാനായിട്ടിടയായി തീർന്നത്. ഒന്ന് എൻ്റെ ഡോക്ടറൽ ഡിസർട്ടേഷന്, അത് വിമൻ ഇൻ ദ ഗോസ്പൽ ഓഫ് ലൂക്ക്, അത് ISPCക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ തീസിസ് അത് പുസ്തക രൂപേണയാക്കിയതാണ്. രണ്ടാമത് പോളൈൻ തിയോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം, പോളൈൻ തിയോളജി ആൻഡ് ഇൻട്രഡക്ഷൻ. ആ പുസ്തകം ഞാൻ 24 വർഷമായി പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ഒരു പുസ്തകമായി ക്രോഡീകരിച്ച് അത് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. ഇത് രണ്ടും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ദാനിയേൽ പ്രവചനം ഒരു വ്യാഖ്യാനം,
അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ഒരു വ്യാഖ്യാനം. ഈ 2 പുസ്തകങ്ങൾ റീമ പബ്ലിഷേഴ്സാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഈ 2 പുസ്തകങ്ങളുടെയും സെക്കൻഡ് എഡിഷന് ഇപ്പോൾ റെവലേഷൻ്റെ സെക്കൻഡ് എഡിഷൻ പുറത്തു വന്നു, മറ്റേ ഡാനിയലിൻ്റെ സെക്കൻഡ് എഡിഷൻ പുറത്തു വരാൻ പോകുന്നു. ഇത് കൂടാതെ തന്നെ ഈ മേജർ ബൈബിൾ ഡിക്ഷണറീസിലൊക്കെ എൻ്റെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വേദപുസ്തക നിഘണ്ടു എന്ന് പറഞ്ഞ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അത് CSSകാരെ പുറത്തിറക്കി. അതിനകത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു വലിയ പഠനം ഞാൻ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ മേജർ ജേണൽസിലും പീരിയോഡിക്കൽസിലും ഒക്കെ എൻ്റെ ആർട്ടിക്കിൾസ് പലതും വന്നിട്ടുണ്ട്. കൂടാതെ ഈ അടുത്ത സമയത്ത് ഇൻ്റർവാഴ്സിറ്റി പ്രസ്സുകാർ അവരൊരു കമൻട്രി പുറത്തിറക്കുന്നതിനകത്ത് എപ്പിസോഡ് ഓഫ് ഹീബ്രൂസിനെ കുറിച്ചൊരു കമൻട്രി ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതുടനെ പുറത്ത് വരും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പാസ്റ്റർ വളരെ തിരക്കുള്ള ഈ ജീവിതത്തിനിടയിലും ഒരു എഴുതുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്. അപ്പം എങ്ങനെ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു? എഴുതാനായിട്ടൊരു പ്രത്യേക സമയം ഞാൻ ഇതുവരെ അതിനായിട്ട് മാറ്റി വെച്ചിട്ടില്ല. സാധാരണ ഞങ്ങളെപ്പോലൊക്കെ തിയോളജിയൊക്കെ പഠിച്ച് മുന്നോട്ട് വരുന്നവരും തിയോളജിക്കൽ സ്കൂൾസിൽ പഠിപ്പിക്കുന്നവരുമൊക്കെ അവർക്ക് 6 വർഷം സർവീസ് നോക്കിക്കഴിഞ്ഞാൽ 7-ാം വർഷം സാബറ്റിക്കൽ ലീവ് എടുത്ത് പുറത്തു പോകാം. ആ ഒരു വർഷമാണ് ഇരുന്ന് ബുക്സുകളൊക്കെ എഴുതുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല. പല ദിവസങ്ങളും ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ എനിക്കൊരു ഒഴിവ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ സമയമാണ് ഈ പുസ്തകം എഴുതാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ പുസ്തകം എഴുതണമെന്ന് വെച്ചുകൊണ്ട് ചില ദിവസങ്ങൾ മാറ്റിവെച്ച് അങ്ങനെ ഇരിക്കാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മാസ്റ്റർ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളതായ ക്രൈസ്തവ ഗ്രന്ഥകർത്താക്കളും അതുപോലെ തന്നെ ക്രിസ്തീയ പുസ്തകങ്ങളും ഒക്കെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഏതാണ്? അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പല പുസ്തകങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പല എഴുത്തുകളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ JC ദേവ്, അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങൾ എന്നെ ചിന്തിപ്പിക്കുകയും പല അറിവുകൾ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്പം കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ പലതും, ഉദാഹരണം TG ഉമ്മച്ചൻ അടിസ്ഥാന വേദോപദേശങ്ങൾ, അത് ഞാൻ വളരെ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു വേദപുസ്തകം അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊരു ഗ്രാഹ്യം എനിക്ക് അതിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. YS സാറിൻ്റെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ അറിവ് നൽകിയിട്ടുള്ള പുസ്തകമാണ്. അങ്ങനെയുള്ള മലയാളം പുസ്തകങ്ങൾ. ഇംഗ്ലീഷ് പിന്നിലേക്ക് വരുമ്പോൾ അതിലും പല പുസ്തകങ്ങൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ചാൾസ് റീറി എന്ന് പറയുന്ന ആളെഴുതിയ ബുക്ക് ഓഫ് റെവലേഷൻ്റെ കമൻട്രി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കമൻട്രി. അതൊരു ഇവാഞ്ചലിക്കൽ പെർസ്പെക്റ്റീവിൽ എഴുതിയ കമൻട്രിയാണ്. അതുപോലെ തന്നെ ജോർജ് ലാഡ്, അദ്ദേഹത്തിൻ്റെ ന്യൂ ടെസ്റ്റമെൻ്റ് തിയോളജിയും അതുപോലെ ഇൻട്രഡക്ഷൻ ന്യൂ ടെസ്റ്റമെൻ്റ് ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹമൊക്കെ ഇവാഞ്ചലിക്കൽ കമ്മിറ്റ്മെൻ്റുള്ള നല്ല എഴുത്തുകാർ എന്നെ അധികം വളരെ സ്വാധീനിച്ചിട്ടുള്ള ഇതൊക്കെ തിയോളജിക്കൽ റൈറ്റിങ്സിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞു. ഈ ആത്മീക മണ്ഡലത്തിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെ ദൈവവചനം പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ ആ നിലയിൽ ഒരു നന്നായ നിലയിൽ വേദോസ്തം പഠിക്കാൻ പാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അവർക്ക് ഒരു ബൈബിൾ കോളേജിലോ സ്കൂളിലോ ചേർന്ന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ദൈവവചനം